ഒരു വ്യത്യസ്തമായ വചനം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് സങ്കീർത്തനം 18-25 26 ദൈവമേ, ദയാലുവോട് അങ്ങ് ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് അങ്ങ് നിഷ്കളങ്കൻ, നിർമ്മലനോട് അങ്ങ് നിർമ്മലനാകുന്നു, വക്രനോട് അങ്ങ് വക്രത കാണിക്കുന്നു. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത കാട്ടുന്നു, നിഷ്കളങ്കരോട് അവിടുന്ന് നിഷ്കളങ്കതയോടെ ഇടപെടുന്നു. നിർമ്മലരോട് അവിടുന്ന് നിർമ്മലതയോടും വക്രതയുള്ളവരോട് അവിടുന്ന് കൗശലത്തോടും കൂടെ പെരുമാറുന്നു. അപ്പം ദൈവം വക്രനാണോ എന്നൊക്കെ ഒരു ചിന്ത ചിലർക്ക് വരും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ അവിടെ ക്രൂക്കഡും ക്ലെവറും കാണും. വക്രബുദ്ധി എന്നുള്ളതിന് ക്രൂക്കഡ് എന്നാണ്, ക്ലെവർ എന്നുള്ളതിന് സാമർഥ്യം, ബുദ്ധി, മിടുക്കൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിക്കാൻ ഒക്കെ എന്നതിന് അർത്ഥമുള്ളൂ. ദൈവം ഒരു വക്രനൊന്നുമല്ല, പക്ഷെ ദൈവം മണ്ടനുമല്ല. ഇത് വ്യാഖ്യാനം വേണ്ടല്ലോ. ഇത് ഏത് പ്രായക്കാരനും അറിഞ്ഞിരിക്കണം, ഏത് മിടുക്കനും അറിഞ്ഞിരിക്കണം. ഈ ബൈബിളിനകത്തൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ദൈവം നിനക്ക് തരുന്ന സകലത്തിലും ദശാംശം ദൈവത്തിൽ നിന്നാണ്. അതിലൊക്കെ പറ്റിച്ചിട്ട് മിടുക്കന്മാരായി നടക്കുന്നവരുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോൾ അവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ കള്ളത്തരം കാണിച്ചിട്ട് ദൈവത്തെയും ഭാര്യയും പറ്റിക്കുന്ന മിടുക്കന്മാരുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പിടിക്കപ്പെടും. എനിക്ക് നിങ്ങളെ പറ്റിക്കാം, പ്രത്യേകിച്ച് ടെലിവിഷൻ പ്രഭാഷണത്തിന് ലക്ഷക്കണക്കിന് ആളുകളെ പറ്റിക്കാം. കാരണം എനിക്ക് നന്നായിട്ട് പുട്ടിയിട്ട് മുഖമൊക്കെ മിനുക്കി ഈ ഡൈ നല്ലത് വില കൂടിയത് മേടിച്ചാൽ തലമുടിയൊക്കെ കറുപ്പിച്ച് എനിക്ക് നല്ല കൊഴുപ്പിച്ചൊക്കെ നിങ്ങളോട് പറയാൻ പറ്റും. കുറേ കാലത്തേക്ക് പറ്റിക്കാം. പക്ഷെ ഒരു ദിവസം ഈ ഡൈ എനിക്ക് അലർജി വരുത്തും. അപ്പം നിങ്ങൾ പറയും, അയ്യോ ഞങ്ങൾ ടി വിയിൽ കണ്ട പാഷല്ലല്ലോ ഇത്. അപ്പം ഞാൻ ആകെ ഒന്ന് വിഷമിക്കും. ഒറ്റ കാര്യം പറയുകയാണ്, മനുഷ്യരുടെ ഇടയിൽ ക്രൂക്കഡായ ആളുകളുണ്ട്. പേരൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ആളുകളുണ്ട്. വളഞ്ഞ വഴികൾ ഉപയോഗിച്ച് പണവും സ്ഥാനവും മാനവും സ്പേസും ഉണ്ടാക്കുന്നവർ. ഞങ്ങളുടെ വളരെ അടുത്ത വൃത്തങ്ങളിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ വക്രത നമുക്ക് മനസ്സിലാവും. പക്ഷെ ദൈവം പറയുന്ന കേൾക്കണോ? ബട്ട് ടു ദോസ് whose paths are crooked, you show that you are clever. ദൈവമേ, ആര് വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നോ അവനെ നീ ഒരു ദിവസം പഠിപ്പിക്കും ദൈവം മണ്ടനല്ലെന്ന്. അതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. ഹല്ലേലൂയ. എത്ര സംഭവങ്ങൾ, എത്ര വ്യക്തികളാണ്. ഒരു ചെറിയ കാര്യം പറയട്ടെ. യൂദ പൊതു ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് പ്രൈവറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നു. കർത്താവ് കാണുന്നില്ല, പാവമാണെന്നാണ് ഇവൻ ധരിച്ചത്. കർത്താവ് നിന്നെ പോലെ ക്രൂക്കഡല്ല, പക്ഷെ കർത്താവ് മണ്ടനൊന്നുമല്ല. നീ ഇത് മനസ്സിലാക്കി തിരിച്ചു വരുന്നേ വരട്ടെ. പൈസയുടെ കെയറോഫിലൊന്നും ഒരാളെ തള്ളിക്കളയാൻ കർത്താവിന് പറ്റൂല. കാരണം ഈ പൈസ വല്ലതും കർത്താവിന് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി കാര്യം പറഞ്ഞു പോയി. പ്രധാന കാര്യം അടിവരയിട്ട് 3 പ്രാവശ്യം കൂടെ പറയാം. ദൈവത്തെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല, ചീറ്റ് ചെയ്യാൻ പറ്റില്ല, കളിപ്പിക്കാൻ പറ്റില്ല. ഓർമ്മയിലിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.